ഹായ്, ഇസ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് കൊച്ചിൻ കാർണിവൽ സ്പെഷ്യാലിറ്റീസ്, കൊച്ചിൻ കാർണിവലിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഫോർട്ട് കൊച്ചിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷ പരിപാടിയാണ് കൊച്ചിൻ കാർണിവൽ എന്നത്. ഡിസംബർ അവസാന വാരമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 1 ഇത് അവസാനിക്കുന്നു. ജനുവരി 1 റാലിയോടുകൂടി, പ്രധാനപ്പെട്ട ഘോഷയാത്രയോടുകൂടിയാണിത് സമാപിക്കുന്നത്. ആ ഘോഷയാത്രയിൽ ഉത്തരേന്ത്യൻ കലാപരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ആരംഭിക്കുന്നത് ഡിസംബർ 23 വാസ്കോഡ് ഗാമ സ്ക്വയറിൽ ദേശീയ പതാക ഉയർത്തിയാണിത് ആരംഭിക്കുന്നത്. പിന്നീട് ഡിസംബർ 31 പാപ്പാൻഖിയെ കത്തിക്കുന്നത്. അത് ഏറ്റവും ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ കൊച്ചിൻ കാർണിവലിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാപ്പാൻഖിയെ കത്തിക്കുന്നതാണ്. കാരണം കൊച്ചിക്കാർ തങ്ങളുടെ ഒരു വർഷത്തെ തങ്ങളുടെ നെഗറ്റിവിറ്റികളും അല്ലെങ്കിൽ തങ്ങളുടെ കണ്ണീരുകളും തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം അവർ ആ പാപ്പാൻഖിയെ കത്തിച്ചുകൊണ്ട് അത് മറക്കുകയാണ്. അങ്ങനെ പുതുവർഷത്തെ അവർ വരവേൽക്കുന്നു. അതാണ് ഈ പാപ്പാൻഖിയെ കത്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഡിസംബർ 31 ഇവിടെ തടിച്ചു കൂടുന്നത്. അത് കത്തിച്ചുകൊണ്ട്, പാപ്പാൻഖിയെ കത്തിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1984 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 1984 3 ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയതാണ് ഈ കൊച്ചിൻ കാർണിവൽ എന്നത്. അന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലൊരു ഫെസ്റ്റിവലായിട്ട്, ചെറിയൊരു പരിപാടിയായിട്ട് തുടങ്ങിയതാണ് ഇന്ന് ഈ കാണുന്ന കാർണിവലായിട്ട് മാറിയത് 1984. 1984 ഡിസംബർ 23 ആരംഭിച്ച് 1985 ജനുവരി 1 അത് അവസാനിച്ചു. പിന്നീട് വർഷങ്ങൾ ഇങ്ങനെ മാറി വന്നപ്പോൾ അത് വളർന്ന് ഇന്ന് കൊച്ചിൻ കാർണിവൽ എന്ന രീതിയിലേക്ക് മാറുവാൻ തുടങ്ങി. ആദ്യം കൊച്ചിക്കാർ, പിന്നീട് എറണാകുളം ജില്ലയിലുള്ളവർ, പിന്നീട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരും ഈ കൊച്ചി കാർണിവൽ കാണുവാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകുന്നതാണ് പിന്നീട് കണ്ടത്. പ്രത്യേകിച്ച് ഡിസംബർ 31 പാപ്പാൻഖിയെ കത്തിക്കുന്ന ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് വരിക. അപ്പോൾ എറണാകുളത്ത് നിന്നും ഏകദേശം 15 കിലോമീറ്ററും, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 12.6 കിലോമീറ്ററും, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 38 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.